ഈശോയിലേറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധിയായ വിചാരിച്ച പ്രിയപ്പെട്ട മറ്റ് അച്ഛന്മാരെ, മാതാപിതാക്കളെ, സമർപ്പിതരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് നമ്മളുടെ ഈ ഇടവകയിൽ ദേഗിരിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ഒരു ശമാശനെ പോൾ ഇരട്ട മാക്കലിനെ കർത്താവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരിക, അഭിഷേകം ചെയ്യുക എന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ശുശ്രൂഷ. ശമാശൻ്റെ മാതാപിതാക്കളും സ്വന്തക്കാരുമെല്ലാം ദീർഘനാൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഇത്. നമ്മുടെ ഈ ദേശം നല്ലൊരു ഇടവകയാണ്, കർഷകരാണ്, മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. ദേവാലയത്തോടും വൈദികരോടുമെല്ലാം എന്നും വലിയ സ്നേഹം പുലർത്തുന്ന ഒരു ഇടമാണിത്. എന്തുമാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ 10-15 കൊല്ലത്തിനുള്ളിൽ ഇവിടെ നടന്നു. നമുക്ക് ഈ സ്ഥലം കണ്ടാൽ, ഞാൻ മാറി മാറി വ്യഞ്ചരിക്കാൻ വരുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകും, അല്ലാതെ പുതിയതായിട്ട് വരുന്നവർ കണ്ടാൽ ഈ സ്ഥലം കണ്ടാൽ പോലും അറിയാൻ പാടില്ലാത്ത വിധത്തിൽ നവീകരണത്തിന് വിധേയമായി. ഞാൻ ഈ അച്ഛന്മാരെയെല്ലാം പ്രത്യേകമായിട്ട് അതിന് ഓർത്ത് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. നമ്മുടെ ശമാശൻ്റെ മാതാപിതാക്കൾ ടോണിയും അൻസിയും ഒരു നല്ല പ്രാർത്ഥനയുടെ മനുഷ്യരും കർഷകരും ഈ ദേവാലയത്തോട് ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളുമാണ്. ശമാശൻ ഫിലോസഫി നമ്മുടെ വടവാതൂർ സെമിനാരിയിൽ 3 വർഷം പഠിച്ച് പൂർത്തിയാക്കി. അതിനുശേഷം രമനയിൽ വന്നു നിന്ന് നമ്മളുടെ സെൻറ്റ് തോമസ് കോളേജിൽ BSc ബോട്ടണി ഡിഗ്രി എടുത്ത ആളാണ്. അതുകൂടെ പൂർത്തിയാക്കിയിട്ടാണ് അദ്ദേഹം മേജർ സെമിനാരിക്ക്, അതും കേരളത്തിന് പുറത്ത് ഉജ്ജയിനിൽ റുഹാലയ മേജർ സെമിനാരിയിലാണ് അദ്ദേഹം ദൈവശാസ്ത്രം പഠിച്ചത്. അങ്ങനെ വളരെ വ്യത്യസ്തമായ 3 അനുഭവങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. വടവാതൂരും സെൻറ്റ് തോമസ് കോളേജും റുഹാലയ സെമിനാരിയും. ആ നാളുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പഠന മികവും ഒക്കെ നേരിട്ട് അറിയാനും ഉൾക്കൊള്ളാനുമൊക്കെ എനിക്ക് ധാരാളം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ശുശ്രൂഷയിൽ ആർച്ചഡീക്കന്മാരായിട്ട് ജസ്റ്റിൻ വെട്ടുകല്ലിൽ MSTH അദ്ദേഹത്തിൻ്റെ പ്രൊഫസറാണ് റുഹാലയത്തിൽ. അദ്ദേഹം ഇതിനു മുമ്പ് നമ്മുടെ കാക്കനാട്ട് വലിയ പിതാവിൻ്റെ കൂട്ടത്തിൽ നിരവധിയായ ശുശ്രൂഷകൾ വർഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്നയാളാണ്. രണ്ടാമത്തെ അച്ഛന് ഫിലിപ്പ് ഇരട്ടമാക്കൽ സ്വന്തക്കാരനാണ്, കുടുംബക്കാരനാണ്. അതുകൊണ്ട് വലിയൊരു അടുപ്പത്തിലാണ് ഈ അൾത്താരയിലും നമ്മൾ ശുശ്രൂഷയിൽ ആയിരിക്കുന്നത്. റുഹാലയ സെമിനാരി ഉജ്ജയിനിലാണ്, ഇന്ത്യയുടെ തന്നെ കേന്ദ്രമാണ്. വളരെ സങ്കീർണമായ സോളിഡായിട്ടുള്ള ഹൈ ക്ലാസ് ബ്രാഹ്മിൻസ്, ഹിന്ദുസ് താമസിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ പിതാക്കന്മാർ നമ്മളുടെ പെരുമറ്റം പിതാവും വടക്കേൽ പിതാവും ഒക്കെ ആയതുകൊണ്ട് എനിക്കും കൂടുതൽ അടുപ്പം ഉജ്ജയിനോടുണ്ട്. ഞാൻ പലതവണ വലിയ പിതാവിൻ്റെ സംസ്കാരത്തിനും വടക്കേൽ പിതാവിൻ്റെ സ്ഥാനാരോഹണത്തിനും ഇപ്പോൾ മെത്രാപ്പൊലീത്ത ആയപ്പോഴുമെല്ലാം ഞാൻ പോവുകയും ആ കർമ്മങ്ങളിലെല്ലാം നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തതാണ്. അതിനോട് ചേർന്നാണ് ഈ 2 സെമിനാരികൾ, തിയോളജി പഠിക്കാൻ, അതിന് മുമ്പ് ഫിലോസഫി പഠിക്കാനും. റുഹാലയ സെമിനാരി വളരെ പ്രധാനപ്പെട്ടൊരു സെമിനാരിയാണ്. നല്ല അധ്യാപകരുണ്ട്, ഹിന്ദി പഠിക്കാൻ നല്ല അവസരമാണ്. ക്വാളിഫൈഡായിട്ടുള്ള പ്രൊഫസേഴ്സ്, അവർ MSTക്കാർ ധാരാളം അച്ഛന്മാരെ പഠിപ്പിക്കാനായിട്ട് വിടുന്നൊരു സമൂഹമാണ്. അതിൻ്റെ ഒരു മേന്മ സെമിനാരിയിലുണ്ട്. കുട്ടികൾ വളരെ സന്തുഷ്ടരാണ്. ഉജ്ജയിൻ കുറേ കൂടെ മനസ്സിലാക്കാനും ഒക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ അതിരൂപത കൂടെ ആയതുകൊണ്ട് നമ്മളുടെ സഭയിൽ നിർണായകമായ ഒരു പങ്ക് ഉജ്ജയിൻ ആർച്ച് ബിഷപ്പിന് ഉണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അത് സിനഡിലും CBCIയിലുമെല്ലാം ആ തരത്തിൽ നമുക്ക് പുതിയ 4 മെത്രാപ്പൊലീത്തമാരെ കിട്ടിയപ്പോൾ നമ്മുടെ സഭ വളരുകയും ആഴപ്പെടുകയും ഭരണപരമായ ഒരു പക്വത അത് കൈവരിക്കുകയും ചെയ്തു എന്നത് സത്യമാണല്ലോ. നമ്മൾ ശമാശൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുന്നയാളാണ് ശമാശന്. 90-ലധികം മാർക്കുകൾ അദ്ദേഹത്തിന്
കിട്ടിയിട്ടുണ്ട്. സ്പോർട്സ്മാനാണ്, നല്ലപോലെ എഴുതാനറിയാം, ഡിസിപ്ലിൻഡാണ്, ഹിന്ദി ഭാഷ സാമാന്യം നന്നായിട്ട് വായിക്കാനും പഠിക്കാനും സംസാരിക്കാനും അറിയാം. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ നമ്മൾ എല്ലാവരുമായിരിക്കുന്നത്. ഇന്ന് പുത്തൻ വർഷമാണ് 2026. നമ്മുടെ കർത്താവിൻ്റെ നാമകരണം ശേഷനാചാര തിരുനാളിൻ്റെ ഓർമ്മയാണെന്ന്. ഈശോ എന്ന പേര് ലഭിച്ചതിൻ്റെ സന്തോഷമാണ്. നമ്മളും എപ്പോഴും അങ്ങനെയാണല്ലോ, ഈശോ മിശിഹായിക്ക് എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് അറിഞ്ഞും അറിയാതെയുമെല്ലാം പറയാൻ തക്കവണ്ണം ആ പേര് നമ്മുടെയും പേരാണ്, നമ്മുടെ വീട്ടുപേരാണ്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന കാര്യം അതാണ് എന്ന ആ സത്യവും നമുക്ക് തിരിച്ചറിയാം. പട്ടം ശുശ്രൂഷ തിരുപ്പട്ടം ഏൽക്കുന്ന സമയത്ത് 2-ാം കാനോനായിലെ ഒരു ചെറിയ ഭാഗമാണ് മഹത്വപൂർണയായ സഭയുടെ ചൈതന്യത്താൽ ഇയാളെ നിറയ്ക്കണമേ. പട്ടം കൊടുക്കുമ്പോൾ കാർമ്മികൻ്റെ, സഭയുടെ, ഇവിടെ ഒന്നിച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന സഭയുടെ ആഗ്രഹമാണ് മഹത്വപൂർണയായ സഭയുടെ ചൈതന്യത്താൽ ഇയാളെ നിറയ്ക്കണമേ. സഭയുടെ ചൈതന്യമില്ലാതെ, സഭാ ബോധ്യങ്ങളില്ലാതെ പുരോഹിതന് ഫലദായകമായ ശുശ്രൂഷ ചെയ്യുവാൻ ആവുകയില്ല. റുഹാലയത്തിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സഭയുടെ ലിറ്റർജിയും നമ്മുടെ സഭയുടെ ചരിത്രവും നമ്മുടെ സഭയുടെ എക്യുമെനിക്കൽ മാനങ്ങളുമെല്ലാം വളരെ നന്നായിട്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല എക്ലീഷ്യലായിട്ടുള്ള ഒരു ഫോർമേഷൻ അവിടെ നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഭയുടെ ചൈതന്യത്താൽ ഈ വ്യക്തി നിറയാൻ പോവുകയാണ്. സഭയുടെ ചൈതന്യം ഇല്ലാത്ത പുരോഹിതന്മാരാണ് ലിറ്റർജി പരികർമ്മം ചെയ്യുമ്പോൾ, പള്ളി കമ്മിറ്റികൾ കൂടുമ്പോൾ, അല്ലെങ്കിൽ കാറ്റഗറ്റിക്കൽ ക്ലാസ്സുകളിൽ വരുമ്പോഴെല്ലാം അവരുടെ തന്നിഷ്ടപ്രകാരം അവർക്ക് മനസ്സിൽ തോന്നുന്ന പോലെ പറയുകയും ഇടപെടുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത്. സഭയിലാണ് നമ്മുടെ വേദപുസ്തകവും ആരാധനക്രമവും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിൽ വീഴ്ച വരുത്താനായിട്ട് ആർക്കും വരരുത് എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സഭയുടെ ചൈതന്യത്തിൽ ദിവ്യരഹസ്യങ്ങളുടെ അനുഷ്ഠാനം, അങ്ങനെ അതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന വൈദികനായിട്ട് സഭയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ സഭയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പൊളച്ചൻ വട്ടമാക്കിയിലായിട്ട് നമ്മുടെ അച്ഛൻ എന്നും നിൽക്കണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. ശമാശന് സെൻറ്റ് പോളിൻ്റെ പേരാണ്. പോളിനെക്കുറിച്ച്, പൗലോസിനെക്കുറിച്ച് വേദശാസ്ത്രികൾ പറയുന്നത്, പോള് ലേഖനങ്ങൾ കൊണ്ട് പെട്ടകം പണിത ആളാണ്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു സുരക്ഷിതത്വം ആവശ്യമാണ് എന്ന് കാണുമ്പോൾ അപ്പോൾ തടി കൊണ്ട് പെട്ടകമുണ്ടാക്കി അതിൽ കുറേ പേരെ സംരക്ഷിച്ചു വളർത്തി എന്നതല്ല, ലേഖനങ്ങൾ കൊണ്ട് പെട്ടകമെഴുതി നമ്മളെ സംരക്ഷിക്കുകയാണ്. എല്ലാ ശീഷ്മകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഹീ ഫെൻസ്ഡ് ദ ക്രിസ്ത്യൻസ്. കത്തോലിക്കർക്ക്, ക്രൈസ്തവർക്ക് ചുറ്റും അദ്ദേഹം വേലികൾ കെട്ടി ആ വേലികളുടെ എല്ലാ ഉപകരണങ്ങളും, അതിനുവേണ്ട തടികൾ, വള്ളികൾ, നാട്ടാനുള്ള കമ്പികൾ എല്ലാം ഈ ലേഖനങ്ങളാണ്. അതിൽ നമ്മൾ ആടപ്പെടുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവനയായിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് പുരോഹിതന് അർത്ഥമുണ്ടാകുന്നത്. 2 കൊറിന്തോസ് 12 മുതൽ പൗലോസ് പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം. 14 വർഷം മുമ്പ് സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ മിശിഹായിൽ എനിക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ചാണ്. അദ്ദേഹം അങ്ങനെ ഫിഗറേറ്റീവായിട്ട് എഴുതുന്നേ ഉള്ളൂ. ഈ മനുഷ്യൻ പർദീസായിലേക്കും ഉയർത്തപ്പെട്ടുവെന്ന് എനിക്കറിയാം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അത്യധികം അഹങ്കരിക്കാതിരിക്കാൻ ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി, എന്നെ ശല്യപ്പെടുത്തുന്നതിന് വേണ്ടി പിശാചിൻ്റെ ദൂതനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. വിട്ട് അകത്തിക്കളയണമേ എന്ന് 3 തവണ ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും നിനക്ക് എൻ്റെ കൃപ മതി എന്നാണ് കർത്താവ് അവനോട് പറഞ്ഞത്. ഒരുപാട് അനുഗ്രഹം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ പോയവൻ, എല്ലാവർക്കും വേണ്ടി ലേഖനങ്ങൾ കൊണ്ട് പെട്ടകം പണിതവൻ. ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് അദ്ദേഹത്തെ നിരന്തരം വേദനിപ്പിച്ചു കൊണ്ടിരുന്ന
ഒരു അസ്വസ്ഥത, അതെന്തുമാകട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഈ ശുശ്രൂഷയുടെ ഈശോയുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു അടയാളമായിട്ട്, ടെസ്റ്റമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് മറ്റിക്കളയാനായിട്ട് നമുക്ക് സാധ്യമല്ല. മറ്റിക്കളഞ്ഞാൽ അദ്ദേഹം വാസ്തവത്തിൽ ഈ ശുശ്രൂഷയുടെ ആൾ അല്ലാതെ ആയിട്ട് തീരുകയാണ്. അങ്ങനെ പോളിൻ്റെ നാമം ധരിച്ചിരിക്കുന്ന നമ്മുടെ ശമാശന് പോളിൻ്റെ ആ മുള്ള്, ആ വേദന, അസ്വസ്ഥത പൗരോഹിത്യത്തിനുള്ള ഒരു മാർക്കിംഗ് ആണ് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അതുപോലെ തന്നെ ഒരു അടയാളപ്പെടുത്തലാണല്ലോ യാക്കോബിന് കിട്ടിയത്. യാക്കോബ് സഹോദരനായ ഏശാവുമായിട്ട് പിണങ്ങി മാറി താമസിച്ചു. പിന്നീട് വലിയ ദുഃഖമുണ്ടായി. ഒന്നിക്കുന്നതിന് വേണ്ടി ആലോചിച്ചു. അങ്ങനെ യാക്കോബ് ഭാര്യമാരെയും കുതിരകളെയും ആടുമാടുകളെയും എല്ലാമായിട്ട് യാബോക്ക് നദിയുടെ തീരത്ത് വന്ന് നിൽക്കുന്ന ആ രംഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യാബോക്ക് നദി ഇസ്രായേലിൻ്റെ ചരിത്രവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടതാണ്. അവിടെ എത്തിയപ്പോൾ യാക്കോബ് ഭാര്യയെയും മക്കളെയും മൃഗങ്ങളെയും എല്ലാം മാറ്റി നിർത്തി അക്കരയ്ക്ക് കടത്തിവിട്ടു. ഒരു കല്ലേറ് ദൂരം മാറിയിരുന്നു. ഒരു കല്ലേറ് ദൂരം മാറിയിരിക്കുമ്പോൾ നമുക്ക് കുറേ സ്വസ്ഥത കിട്ടും. നമ്മളും ഇന്ന് മലബാറിൽ നിന്നും എറിയനിൽ നിന്നും പാലായിൽ നിന്നുമെല്ലാം ഒരു കല്ലേറ് ദൂരം മാറി ഇവിടെ ഈ അഭിഷേകം കാണാനും പങ്കെടുക്കുവാനുമായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ നമുക്കൊരു സ്വസ്ഥതയുണ്ട്. യാത്രാക്ഷീണം എല്ലാം ഉണ്ടെങ്കിലും വലിയൊരു അഭിഷേകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈശോ ശിഷ്യന്മാരെയും മാറ്റി നിർത്തി, ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തി വേദനയുടെ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നല്ലോ. യാക്കോബിന് രാത്രിയിൽ ഒരു മനുഷ്യനുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. വലിയ ബഹളമായി. അവരങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം വെച്ചു. അങ്ങനെ ആ പിടുത്തത്തിൽ യാക്കോബിൻ്റെ തുടയല് പൊട്ടി. അദ്ദേഹം എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഒരു ലിംബ്, LIMP, ലിംബ്, ഒരു ഞൊട്ടൽ, ഒരു ഏന്തൽ അദ്ദേഹത്തിന് കിട്ടി. ദൈവം അദ്ദേഹത്തെ ഡിസ്ലൊക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹിപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാല് പറഞ്ഞ് തൂങ്ങിയതുപോലെ ആയി. അതാണ് ലിംബ്, മുടന്ത് അല്ലെങ്കിൽ ഞൊണ്ടൽ എന്നൊക്കെ പറയുന്നത്. ഈ ഞൊണ്ടൽ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അദ്ദേഹം സഹോദരനായ ഏശാവുമായിട്ട് പിണങ്ങി. എല്ലാ സമ്പത്തും അദ്ദേഹം എടുത്തു. അതിൻ്റെ ആവശ്യകത വന്നത് യാക്കോബാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ എളി പൊട്ടൽ, തുടയല് പൊട്ടൽ അവനാവശ്യമായിരുന്നു. യാക്കോബ് ഇസ്രായേലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ആവശ്യമായിരുന്നു. യാക്കോബ് സഹോദരനായ ഏശാവിന് അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം കൊടുക്കണം, ഏശാവിനെ ഏശാവായിട്ട് കാണണം എന്ന് തിരിച്ചറിയാനും ഈ എളി പൊട്ടൽ ആവശ്യമായിരുന്നു. അങ്ങനെ യാക്കോബ് പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം ജാബോക്ക് നദിയിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയ ഈ ലിംബ് ആയിട്ടാണ് നടന്നത്. പൗലോസ്ലീഹായ്ക്ക്, തിഷ്ണമതിയായ പൗലോസിന് ഒരു മുള്ളുണ്ടായിരുന്നു. ഏറ്റവും വലിയ ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടിരുന്ന യാക്കോബിന് ഒരു ഞൊണ്ടൽ അല്ലെങ്കിൽ ഒരു ഏന്ത് ഉണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തെക്കുറിച്ചുകൂടെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. യോനായുടെ അടയാളം മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നിടത്തും വൈദികർക്ക് ഒരു ഞടുക്കം, ഒരു ഞൊണ്ടൽ ഉണ്ടാകാം. എല്ലാവരും കർത്താവിനോട് വീണ്ടും അടയാളങ്ങൾ ആവശ്യപ്പെട്ടു. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ ഞങ്ങൾ പെട്ടെന്ന് വിശ്വസിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈശോ പറഞ്ഞു, യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. യോനായുടെ അടയാളം, യോന വളരെ എതിർത്ത് നിന്ന ഒരു പ്രവാചകനായിരുന്നു. ഫണ്ടമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. ഇസ്രായേലിൻ്റെ ചെറിയ അംശം പോലും സംരക്ഷിക്കണം എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തോടാണ് ദൈവം അവിടം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞത്. യോനായ്ക്ക് അത് ഇഷ്ടമായില്ല. ട്രഡീഷണലായിട്ടുള്ള ആംബിയൻ്റ് വിട്ടുപോകാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് നേരെ വിപരീതമായ ദിശയിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തതെല്ലാം നമുക്ക് അറിവുള്ള കാര്യമാണ്. ഞാൻ അതിലേക്ക് ഇറങ്ങി കൂടുതൽ സമയം എടുക്കുന്നില്ല.
ഇസ്രായേൽക്കാരുടെ ട്രഡീഷണലായിട്ടുള്ള ശത്രുവായിരുന്നു നിനിവേക്കാർ, അസീറിയൻസ്. നിനിവേയിൽ പോയി സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ യോനായ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. നിനിവേക്കാർ ശത്രുക്കളാണ്, അവർക്ക് ആയുധബലമുണ്ട്, അംഗബലമുണ്ട്. പൊതുവേ യോന ഒരു എതിർത്ത് നിൽക്കുന്ന ആളാണ്. ഒരു റെസിസ്റ്റിംഗ് പവർ ജീവിതകാലം മുഴുവൻ കാണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആദ്യം അനുസരണക്കേട് നിനിവേയ്ക്ക് പോകാതെ തർശൂസിലേക്ക് പോയെങ്കിലും പോയ വഴി അപകടങ്ങളുണ്ടായി, കടലിൽപ്പെട്ടു. വലിയൊരു തിമിംഗലം കയറി വിഴുങ്ങി. തിമിംഗലത്തിൻ്റെ വയറ്റിൽ ഇരുട്ടറയിൽ 3 പകലും 3 രാവും അദ്ദേഹം കഴിഞ്ഞുകൂടി. ഇതാണ് അടയാളം, യോനായുടെ അടയാളം. മനസ്സില്ലെങ്കിലും പ്രസംഗിക്കാൻ പോകുന്ന ഒരു പ്രവാചകൻ്റെ അടയാളം. അനുസരണക്കേട് കാണിച്ചാലും അവസാനം കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ആ അടയാളം. ആ അടയാളത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ, ഇരുട്ടറയിൽ മണ്ണിൻ്റെ അടിയിൽ കർത്താവ് 3 ദിവസം പാർക്കേണ്ടി വന്നതുപോലെ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ വയറ്റിൽ ഇദ്ദേഹം കിടക്കുകയാണ്. അതൊരു ഈശോ അതിനെ കാണുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സിമ്പിളായിട്ടാണ്. ഈശോയുടെ തന്നെ ഒരു ജീവചരിത്രം എഴുതിയതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യോനായ്ക്കപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ ചരിത്രമാണ്. എൻ്റെ ചരിത്രം, എൻ്റെ ജീവിതം എന്താണെന്ന് യോനായുടെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ പ്രതീകാത്മകമായിട്ട് തന്നിരിക്കുന്നത്. അദ്ദേഹം റിലക്റ്റൻ്റ് ആയിരുന്നു, അൺകൺവിൻസ്ഡ് ആയിരുന്നു, അല്പം പോലും താല്പര്യമില്ലായിരുന്നു. പക്ഷേ വേദപുസ്തകം മുഴുവൻ അറിയാമായിരുന്നു, പ്രവാചകനാണ്. അങ്ങനെ കർത്താവ് പറഞ്ഞ ആ കാര്യം കേട്ട് അദ്ദേഹം നിനിവേയിൽ എത്തി. അവിടെ ചെന്ന് അദ്ദേഹം മനസ്സോടെ പ്രസംഗിച്ചു. വലിയ വ്യത്യാസങ്ങൾ വന്നു. വ്യത്യാസങ്ങൾ വന്നിട്ടും യോനായ്ക്കൊരു സന്തോഷം വരുന്നില്ല. ബെനഡിക്റ്റ് പിതാവ് ഈ പുസ്തകത്തെക്കുറിച്ച് നടത്തിയൊരു പ്രഭാഷണത്തിൽ അവസാനം ഒരു വാക്യം പറയുന്നുണ്ട് യോനായെക്കുറിച്ച്. നിനിവേക്കാർ മനസ്സാന്തരപ്പെട്ടു, എന്നാൽ യോന മനസ്സാന്തരപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അതാണ് മാർപ്പാപ്പ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് പോകാൻ മനസ്സില്ലായിരുന്നു. നിനിവേക്കാർ മനസ്സാന്തരപ്പെട്ടു, പക്ഷേ യോന മനസ്സാന്തരപ്പെട്ടോ എന്നെനിക്ക് സംശയമാണെന്ന്. കാരണം എല്ലാം സംഭവിച്ചു. യോന ഒരു ചെറിയ മരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുകയാണ്. ആ മരത്തിൻ്റെ ഇലകൾ അണ്ണാൻ വന്ന് കൊത്തിക്കളഞ്ഞപ്പോൾ ദൈവത്തോട് ചൂടാവുകയാണ്. അപ്പോൾ ദൈവം ചോദിക്കുന്നുണ്ടല്ലോ, ഈ മനുഷ്യർ മുഴുവൻ കരിഞ്ഞു പോകാനിരുന്നപ്പോൾ നിങ്ങൾക്ക് വിഷമില്ലായിരുന്നു? ഒരു തണൽ മരത്തിൻ്റെ ഇലകൾ ഇടിഞ്ഞു വീണപ്പോഴാണോ നിനക്ക് സന്തോഷം? അതൊരു വലിയൊരു ആഭിമുഖ്യമാണ്. യോന തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ നിന്ന് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് ഹി ഹാഡ് ബീൻ ഒമിറ്റഡ് ഇൻ ടു ദ ഷോർ. വയറ്റിൽ നിന്ന് ഛർദ്ദിച്ച് കളയുകയാണ്. തിമിംഗലം യോനായെ ഛർദ്ദിച്ച് കരയിലേക്കിട്ടു. ഈശോയെയും 3-ാം ദിവസം മണ്ണിൽ നിന്ന് പ്രകാശപൂരിതനായ മഹത്വമുള്ള ഉയർത്തെഴുന്നേറ്റ ദൈവമായിട്ട് പുറത്തു വന്നു. അതുകൂടെ കൂട്ടിയാണ് ഈശോ പറഞ്ഞത്, യോനായുടേതല്ലാതെ എനിക്ക് മറ്റൊരു അടയാളവുമില്ല. യോന ഇപ്പോൾ വലിയൊരു മിഷനറി അടയാളമാണ്, പാസ്കൽ മിസ്റ്ററിയുടെ അടയാളമാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഓട്ടോബയോഗ്രഫി പോലെയാണ്. വലിയ മിഷനറി, ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ശത്രുക്കളുടെ അടുത്ത് പോയി പ്രസംഗിച്ചല്ലോ. ഈ MST സെമിനാരിയുടെയൊക്കെ പ്രത്യേകത അതാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും അവർ പോവും, ഏത് സ്ഥലത്ത് പോകാൻ പറഞ്ഞാലും പോവും. അവർ ആർട്ടിക്ക, അന്റാർട്ടിക്ക അവിടെയെല്ലാം പോയതാണ്. അവിടെ ഒരു അച്ഛനെ മിഷന് വേണ്ടി വിടാൻ MST ഡയറക്ടർ ജനറലിനൊക്കെ ഒരു വിഷമവുമില്ല. നമുക്കൊക്കെയാണ് എന്ത് വിഷമമാണ്. ഞാൻ പാലായ്ക്ക് വേണ്ടിയല്ലേ പഠിച്ചേ എന്ന് ചോദിക്കും. ഞാൻ പാലായ്ക്ക് വേണ്ടി പഠിച്ചതാണല്ലോ, പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? MSTയുടെ ഒരു ഏറ്റവും വലിയ എളുപ്പം, അതിൽപ്പെട്ട ഒരാൾക്കും ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല.
അവർ മിഷന് പോകാൻ തയ്യാറായി അതിനുവേണ്ടി വന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാരതം മുഴുവൻ പരിശുദ്ധ സിംഹാസനം നമുക്ക് തന്നപ്പോൾ ഇത്തരം അടയാളപ്പെടുത്തലുകൾ മാർപ്പാപ്പാട് പള്ളിയിൽ പ്രൈവറ്റ് ചാപ്പലിൽ സിസ്റ്റീൻ ചാപ്പലിൽ ഈ ജോനായിയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തിമിംഗലത്തിൻ്റെ പടവും അതിൻ്റെ അവസാനം അതിൻ്റെ വായിൽ നിന്ന് കിടക്കുന്ന ഒരു ചെറിയ ജോനായും ആ പടം തന്നെ കാണിക്കുന്നുണ്ട്. ജോനായിക്ക് മനസ്സിലായിരുന്നു തിമിംഗലം ശത്രു വളരെ വലുതായിരുന്നു. അപ്പം നമ്മുടെ സുവിശേഷ വേലയിൽ നമുക്കുണ്ടാകുന്ന അടയാളപ്പെടുത്തലുകളാണിതെല്ലാം. യാക്കോബിൻ്റെ ഞൊണ്ടലും ഈ ജോനായിക്ക് ഉള്ളിൽ അന്ധകാരത്തിൽ വസിക്കേണ്ടി വന്ന ആ കാര്യവും, അതുപോലെ കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തുന്ന രീതിയിലുള്ള എല്ലാ അടയാളങ്ങളും, പൗലോസിന് കിട്ടിയ മുള്ള്, സ്കൊളോപ്സ് എന്ന ഗ്രീക്ക് ഭാഷയിൽ പറയും പൗലോസിൻ്റെ മുള്ള്, വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ്, എന്തുമാകട്ടെ. അപ്പോൾ അതൊക്കെ നല്ലൊരു അച്ഛനായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ ഇത്തരം വേദനാജനകമായ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പൗലോസ് തിമത്തി 2:15 പറയുന്ന കാര്യം, നീ ദൈവഭക്തിയിൽ പരിശീലനം നേടണം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്, എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിൻ്റെ മുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കണം. പൗലോസിൻ്റെ പാസ്റ്ററൽ ലെറ്റേഴ്സ്, അതിനേക്കാൾ നല്ല പ്രബോധനങ്ങൾ ഒന്നുമില്ല. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ലിറ്റർജി ക്രമത്തിൽ നിന്നും പൗലോസിൻ്റെ പാസ്റ്ററൽ ലെറ്റേഴ്സിൽ നിന്നും ഈശോയുടെ സുവിശേഷത്തിൽ നിന്നും ഏതാനും വാക്കുകൾ എടുക്കുന്നതിൻ്റെ കാര്യം അതാണ്. അത് വലിയൊരു കോമ്പിനേഷനാണ്. പൗലോസ് വളരെ സുവ്യക്തമായ രീതിയിൽ ഒരു വൈദികൻ എങ്ങനെ പെരുമാറണം എന്ന് നമ്മളെ ഉറപ്പിച്ച് പഠിപ്പിക്കുകയാണ്. ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിലനിർത്തിക്കൊള്ളണം. 2 തിമോത്തി 2:19. ദൈവം അടിത്തറയിട്ടിട്ടുണ്ട്. ദൈവം ഇന്ന് പട്ടം നൽകുകയാണ്, തിരുപ്പട്ടം നൽകുകയാണ്. അതിൽ നിന്ന് ഇളകിപ്പോകാതെ കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് അവിടുന്ന് പറയുമ്പോൾ ഈ വേദനകളുടെയും സങ്കടങ്ങളുടെയും എല്ലാം ആത്യന്തികമായിട്ട് ഉത്ഥാനമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോയുടെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയൊരു പരിശ്രമമാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇവിടെ ധാരാളം വൈദികരും സമർപ്പിതരും അൽമായക്കാരും എല്ലാം എത്തിയിട്ടുണ്ട്. അച്ഛൻ്റെ ബന്ധക്കാരും സ്വന്തക്കാരുമൊക്കെ. ബഹുമാനപ്പെട്ട വികാരിച്ചിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അച്ഛൻ ഈ ദിവസങ്ങളിലെല്ലാം ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. മലങ്കര സഭയിലെ അച്ഛനാണ് കാർമ്മികനായിട്ട് നിൽക്കുന്നയാൾ. മലങ്കര സഭയിലെ ഒരു കൊറെപ്പിസ്കോപ്പ ബഹുമാനപ്പെട്ട കുര്യൻ പരമ്പന്തടത്തിലും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു പോയെന്ന് ഞാൻ കരുതുന്നു. ഞാനോട് വന്നപ്പോൾ കണ്ടിരുന്നു. അച്ഛനിവിടെ ഉണ്ടെങ്കിൽ അച്ഛന് മദ്ബഹായിലിരുന്ന് പട്ടം കൂടാൻ അവകാശമുള്ള ആളാണ്. കൊറെപ്പിസ്കോപ്പമാർ തിരുപ്പട്ട ശുശ്രൂഷയുടെ സമയത്ത് മദ്ബഹായിലിരുന്ന് പട്ടം കൂടാൻ പൗരസ്ത്യ സഭകളിൽ അവർക്ക് അവകാശമുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. കൊറെപ്പിസ്കോപ്പ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനും മദ്ബഹായിലേക്ക് വരാവുന്നതാണ്. എല്ലാവരെയും ഞാൻ മാറിയ സ്റ്റെപ്പിനും പരിശുദ്ധി അത്ഭുതം സാമ്പയ്ക്കും സമർപ്പിക്കുന്നു, പ്രാർത്ഥന ചോദിക്കുന്നു. ഈശോ നമ്മെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.